ആനന്ദ്, കല്യാണി എവിടെ? കല്യാണി മകൻ ഇഷ്ടപ്പെട്ട ഭക്ഷണവുമായി കയറി വന്ന് അത് കൊടുക്കാൻ കഴിയാതെ തകർന്ന മനസ്സുമായി ഇറങ്ങിപ്പോയ ആ അച്ഛന്റെ പേരിൽ നിനക്കൊരിക്കൽ കരയേണ്ടി വരും. കല്യാണി, കല്യാണി, മോളെ, കല്യാണി എന്താ ഇത്? മോളെ, പോയി. സാറിന്റെ അഖില മേഡത്തിന്റെയും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. പോയി. ഒന്നും പറയാതെ പോയി. ഒരക്ഷരം പറയാതെ പോയി. ഞങ്ങളോട് ആരോടും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ 26 കൊല്ലം കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവൻ രാത്രി പോലും പറയാതെ കടന്നുപോയി. സ്നേഹിക്കുന്നവർക്ക് സ്വന്തം ഹൃദയം പോലും പറിച്ചെടുത്ത് കൊടുക്കാൻ മടിക്കാത്ത പാവം മനുഷ്യൻ. അച്ഛാ, ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് ദാസനോട് ഒരു കാര്യത്തിലും മുഷിയേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവസാന വരവിൽ ഞാൻ പോലും ദാസനോട് പരുഷമായി സംസാരിച്ചു. ഒന്ന് മാപ്പ് പറയണമെങ്കിൽ പോലും ഇപ്പൊ ദാസന്റെ മുന്നിലില്ല. അച്ഛാ, അച്ഛന്റെ മനസ്സ് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ ദാസേട്ടൻ. ആ മനസ്സിനെന്നും അച്ഛനോട് ആദരവും സ്നേഹവും മാത്രമേ ഉണ്ടാവുള്ളൂ. ആത്മാവിനും. അതങ്ങനെ അരവത്ത് ചില ജന്മങ്ങൾ ഒന്നും നേടാനാവാതെ മറ്റുള്ളവരുടെ മനസ്സിൽ നഷ്ടങ്ങൾ തീർത്തുകൊണ്ട് ഒരു തീരാ നമ്പരം പോലെ കടന്നുപോകും. അല്ലച്ച, അമ്മയുടെ കാര്യം പറഞ്ഞോ ബ്രോയോട്? ഇല്ല, അതിനുള്ള ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ. പാവം കല്യാണി, ആ കണ്ണീര് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അല്ലച്ച, നമുക്ക് പോയാലോ? അഖിൽ ആശ്രമത്തിൽ നിന്ന് തിരികെ വന്നില്ലല്ലേ? ഇല്ലച്ച, അതാ ഞാനോട് വണ്ടിയോട് വെയിറ്റ് ചെയ്യിപ്പിച്ച. നന്നായി. അവളില്ലാത്ത തൃച്ചംബരത്തേക്ക് ഏതായാലും ഞാനുമില്ല. ഞാൻ ആശ്രമത്തിലേക്ക് പോവുകയാണ്. നീ ഇവിടെ ഉണ്ടാവണം. ഞാൻ വിളിച്ചോളാം. എന്താ ഇത്ര ചിരിക്കാൻ? ഞാൻ തമാശയൊന്നും പറഞ്ഞതല്ല. ഐ ആം സീരിയസ്. ഐ നോ ദാറ്റ്. എടീ, അതിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാ. അതിനൊക്കെ ഒരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് നന്ദന. എന്ത് മാർഗം?
ബ്രോയും കല്യാണി സമ്മതിപ്പിക്കാൻ ഞാൻ ഒരാളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഏ? പറ്റില്ല പറ്റില്ല പറ്റില്ല. ഞാൻ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ. ഏതായാലും ഞങ്ങൾ എങ്ങോട്ടുമില്ല. എന്തുകൊണ്ട്? അതാ എനിക്കറിയാവുള്ളത്. നീ ഉദ്ദേശിക്കുന്ന പോലെ ദാസേട്ടന്റെ മരണത്തിന് കാരണം അഖിലാന്റിയൊന്നുമല്ല. ഒരർത്ഥത്തിൽ നീയാണ് ആനന്ദ അതിന് കാരണക്കാരൻ. നീ എന്താ നോക്കുന്നേ? നീ ഇങ്ങനെ കല്യാണി പ്രണയിക്കാൻ നടന്നില്ലായിരുന്നെങ്കിൽ ദാസേട്ടനും അഖിലാന്റിയുമായി വാക്ക് തർക്കം പോലും ഉണ്ടാവില്ലായിരുന്നു. എന്നും വിശ്വസ്തം തന്നെ ആയിരുന്നു ദാസേട്ടൻ. എന്നിട്ടിപ്പോ എല്ലാ കുറ്റം കൂടി അഖിലാന്റിയുടെ തല കെട്ടിവെക്കാൻ നോക്കുന്നത് ശരിയല്ല. ഓ, നീ അമ്മയുടെ വക്കാലത്തും ഏറ്റെടുത്ത് വന്നിരിക്കുകയായിരിക്കും അല്ലേ? ഞാൻ ആരുടെയും വക്കാലത്തും പിടിച്ചോണ്ട് വന്നതൊന്നും അല്ല ആനന്ദ്. പിന്നെ എടാ, അമ്മയായ അഖിലാന്റി ഗോപുരമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് കേണപേക്ഷിച്ചിട്ടും നീ വഴങ്ങുന്നില്ലെന്ന് വെച്ചാ കഷ്ടമാടാ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അമ്മയും മകനും തമ്മിലുള്ള അഭിപ്രായ തർക്കം പരിഹരിക്കാനാ ഞാനും അങ്കിൾ ഇത്രയും നാൾ ആഗ്രഹിച്ചത്. അഖിലാന്റിക്ക് മാറ്റം വന്നപ്പോ നീ അങ്ങ് കൊമ്പത്ത് കയറുന്നു. മാറ്റം മാറ്റം മാറ്റം. അച്ഛനും പറയുന്നത് കേട്ടു, അമ്മ അങ്ങ് മാറിയെന്ന്. ഈ മാറ്റത്തിന് പിന്നിലുള്ള കാരണമാ എനിക്ക് മനസ്സിലാവാത്തത്. ആനന്ദ്, അഖിലാന്റിയെ മാറ്റി ചിന്തിപ്പിച്ചതിന്റെ പ്രധാന കാരണം ദാസേട്ടന്റെ മരണം തന്നെയാകാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു എന്ന സത്യം. എന്താ, ഇതിലേതെങ്കിലും ഒന്ന് പോരെ അഖിലാന്റിയുടെ മനസ്സ് മാറാൻ? ആട്ടിൻ തോലിട്ടൊരു ചെന്നായിയുടെ കഥ പഠിച്ചിട്ടുണ്ട് ആനന്ദ്. അതേടാ, പേടിയാ എനിക്ക്. ഇന്ന് ഞാനും ഇവള് മാത്രമല്ല, നീ പറഞ്ഞില്ലേ ഇവളുടെ വയറ്റിൽ ഞങ്ങളുടെ കുഞ്ഞു കൂടിയുണ്ട്. ആ കുഞ്ഞ് സുരക്ഷിതമായിരിക്കോ എന്നെനിക്കൊരു ഭയം. അനുഭവങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. കഷ്ടം. സ്വന്തം അമ്മയുടെ മനസ്സുപോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ നിനക്ക്. പക്ഷേ അഖിലാന്റിയുടെ മനസ്സിപ്പോ എനിക്കറിയാം. അന്നും ഇന്നും നീയായിരുന്നു അഖിലാന്റിയുടെ ലോകം. അതുപോലെ ഒരു അമ്മയുടെ വയറ്റി പറക്കാൻ ഭാഗ്യം ചെയ്യണോ ആനന്ദ്? സുബ്രു, നീ കഥയറിയാതെ ആട്ടം കാണുക. ഞാനല്ല കഥയറിയാതെ ആട്ടം കാണുന്നത്. നീ കഥയറിഞ്ഞു വരുമ്പോഴേക്കും ഒരുപക്ഷെ ആട്ടവിളക്ക് എന്നേക്കുമായി അണഞ്ഞു പോയിട്ടുണ്ടാവും. നീ ഒന്നോർത്തോ, കല്യാണിയുമായി തൃച്ചംബരത്തേക്ക് ഇനി വരില്ല എന്ന് നീ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാൻ വരെ തയ്യാറായി നിൽക്കുക അഖിലാന്റി. എനിക്കിതിനൊരു മറുപടി കിട്ടണം. ആ മറുപടി നൽകേണ്ടത് നീയല്ല, കല്യാണിയാ. കല്യാണി പറയും, അഖിലാന്റി വിളിച്ച സ്ഥലത്തേക്ക് പോകണ്ടെന്നാണോ കല്യാണിയുടെ അഭിപ്രായം? അത് ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. പറഞ്ഞ സമയം പാലിക്കുന്ന ആന്റിക്ക് ഇത് എന്തു പറ്റി? എന്താ ആന്റിയുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത?
എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പൊ നീ കാണിക്കുന്നതും തൃച്ചംബരത്ത് നടക്കുന്നതും. ആന്റിയുടെ സന്തോഷം കെടുത്തുന്ന എന്ത് കാര്യമാണ് ഞാൻ കാണിച്ചേ? നിന്നെ ഒന്ന് കാണണമെങ്കിൽ ഈ ഭൂലോകം മുഴുവൻ എന്നെ ഇങ്ങനെ ചുറ്റിക്കണമായിരുന്നോ? വീട്ടിൽ ചെന്നപ്പോ പറയുന്നു നീ ഷോപ്പിലാണെന്ന്, ഷോപ്പിൽ ചെന്നപ്പോ പറയുന്നു പഴയ തറവാട്ടിലാണെന്ന്. നീ ഇങ്ങോട്ട് താമസം മാറിയ കാര്യം എന്നെ വിളിച്ചൊന്ന് പറയായിരുന്നില്ലേ? താമസം മാറിയിട്ടൊന്നും ഇല്ല ആന്റി, കുറച്ചു ദിവസത്തേക്ക് മാത്രം. ആളനക്കും ഇല്ലാതെ വീട് അടച്ചുപൂട്ടിയിട്ട മൂദേവി കുടിയിരിക്കും, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ആ അത് പോട്ടെ, തൃച്ചംബരത്ത് എന്താ ഇപ്പൊ പ്രശ്നം? പ്രശ്നോ? പുത്രസ്നേഹം. മകനോടും മരുമകളോടും കരകവിഞ്ഞൊഴുകുന്ന വാത്സല്യം. മനസ്സിലായില്ല. കാക്കയും പരന്തൊന്നും റാഞ്ചാതെ മകനെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു അമ്മയത്. ആ മകനെ അടർത്തി മാറ്റിയതിന്റെ പശ്ചാത്താപം അനുഭവിച്ചില്ലേ? ഒരു ജന്മത്തിൽ അനുഭവിക്കാനുള്ളത് മുഴുവൻ. കല്യാണി, അതേ വല്യൂഞ്ഞെ, ആ ശാപം കൊണ്ടാ ഇങ്ങനെയൊക്കെ. അപ്പോ നിന്നോട് കാണിച്ചതൊക്കെയോ? നിന്റെ കണ്ണീരിന് വിലയിടാൻ മറന്നോ നീ? എന്റെ കണ്ണുനീരൊഴിയാത്തത് ആ പാപഭാരം കൊണ്ടാ. ആ അമ്മയുടെ ശാപത്തിൽ നഷ്ടപ്പെട്ടത് എനിക്കെന്റെ അച്ഛനെയാ. ഒരിക്കലും മറക്കാനാവില്ലെങ്കിലും മറക്കാൻ ശ്രമിക്കുകയല്ല എല്ലാം. എന്റെ വല്ലുകുഞ്ഞിന്റെ പ്രിയപ്പെട്ടവരുടെ സന്തോഷം കെടുത്താൻ ഇനി എനിക്ക് വയ്യ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല. തൃച്ചംബരത്തെ ഒരനന്തരാവകാശിയുണ്ട് എന്റെ വയറ്റില്. ആ കുഞ്ഞ് വളരാനുള്ളത് അവിടെയാ, ആ അച്ഛന്റെ അമ്മയുടെയും തണലിൽ. അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റു വളരണം. കല്യാണി, നീ അപ്പോ ഇതുവരെ നിന്നോട് കാണിച്ചതൊക്കെ നിനക്ക്? ഇന്ന് കല്യാണിക്ക് പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങളുടെ തൂക്കം അറിയാം, സങ്കടങ്ങളുടെ ആഴം അറിയാം. അതുകൊണ്ട് ഇനി ഞാൻ കാരണം. കൃഷ്ണേട്ടൻ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ താഴെയൊക്കെ നോക്കി. പുതിയ കൂടാരമല്ലേ, വെറുതെ ഒരു രസം. ബാൽക്കണി നിന്നപ്പോ തണുത്ത കാറ്റൊക്കെ കൊണ്ടപ്പോ മനസ്സൊന്ന് തണുത്തു. മനസ്സ് തണുക്കാൻ അതുമാത്രമല്ല കാരണം. അഖിലയ്ക്കൊരു മാറ്റം വന്നപ്പോ തന്നെ ഈ വീട്ടിലെല്ലാവരുടെയും മുഖത്ത് ഒരു പുതിയ വെളിച്ചം വന്നു. പഴയ എന്റെ സ്വഭാവത്തെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് തന്നെ ഭയം തോന്നുക. അതൊക്കെ മറന്നേക്കില്ല. എന്റെ മനസ്സിൽ ഇപ്പൊ ഏതു നേരവും കല്യാണിയുടെ മുഖ കൃഷ്ണേട്ട. അവളാകെ തകർന്നു പോയി, കരഞ്ഞു കരഞ്ഞു കോലം കെട്ടു. എങ്ങനെ കരയാതെയും വിഷമിക്കാതിരിക്കുമെങ്കിൽ അങ്ങനെയാണ് ദാസ് ആ രണ്ട് കുട്ടികളെയും സ്നേഹിച്ചു വളർത്തി. കല്യാണിയെ നമുക്ക് പഴയ കല്യാണിയാക്കി മാറ്റിയെടുക്കണം കൃഷ്ണേട്ട. കല്യാണി എല്ലാം മറന്ന് തിരിച്ചു വരണം. അതിനവള് വീണ്ടും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡർ ആകണം. പഴയതെല്ലാം മറക്കാൻ അവൾക്ക് ചില ചുമതലകൾ കൂടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ആ പഴയ സന്തോഷകാലങ്ങളെല്ലാം തിരിച്ചു വരികയാ കൃഷ്ണേട്ട. വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആവ്, നമുക്ക് നടക്കാൻ പോണ്ടേ? ഇത്ര രാവിലെയോ? അതിരാവിലെയാണ് നടക്കണ്ടേ. അന്തരീക്ഷം നല്ല ഫ്രഷ് ആയിരിക്കും. വൈകുന്നേരത്തെ പോലെ പൊല്യൂഷനും ഉണ്ടാവില്ല. വാ 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 വാ, എഴുന്നേക്ക്. പുറത്ത് നല്ല മഞ്ഞുണ്ട് അരവിന്ദ്. പുറത്ത് നല്ല മഞ്ഞുണ്ടായിട്ടല്ല, ഈ മഞ്ഞത്ത് മൂടിപ്പോച്ചു കിടക്കാനുള്ള കൊതി കൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വെളച്ചിലൊന്നും വേണ്ട. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. എഴുന്നേറ്റ് എഴുന്നേറ്റ്. ആ, നമുക്ക് നടക്കാൻ പോവാം. എഴുന്നേക്ക്, നമുക്ക് പോവാം. വാ വാ, വേഗം എഴുന്നേറ്റ് നമുക്ക് പോവാം. എടീ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം.
ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? അപ്പൊ പിന്നെ സിസേറിയൻ ഒന്നും വേണ്ടി വരില്ല. ഓ, ഒരു ഗൈനക്കോളജിസ്റ്റ്. എടി ഞാൻ ഗൈനക്കോളജി ഒന്നല്ല പറഞ്ഞത്, പൊതുവായിട്ടുള്ള ഒരു കാര്യ. അതുകൊണ്ട് ഡയലോഗ്സ് ഒന്നും അടിക്കണ്ട, വേഗം എഴുന്നേക്ക്. വാ 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 വാ. ദേ, ഇക്കാര്യത്തിൽ ഭർത്താവ് പറയുന്ന പോലെ അനുസരിച്ചേക്കണേ. അരവിന്ദ്, ഇന്ന് ഞാൻ വരുന്നില്ല. എന്തോ ഒരു അസ്വസ്ഥത. നാളെ മുതൽ ഉറപ്പായിട്ടും വരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. നാളെ മുതൽ വരുമല്ലോ? ഡെഫിനറ്റ്ലി. എന്നാ ഞാൻ പോയിട്ട് വരാം. കുറച്ചും കൂടി കിടക്കാം. പോട്ടെ. ആന്റി, നീ ഇന്നലെ വരാന്ന് പറഞ്ഞു പോയതല്ലേ? എന്റെ ആന്റി ഒന്നും പറയണ്ട. അമ്മയുടെ കാലിന് ഭയങ്കര ബലക്കുറവ്, നടക്കാനൊന്നും പറ്റില്ലെന്നേ. പിന്നെ പ്ലാസ്റ്റർ എടുത്തപ്പോഴേ കാല് ബ്രാക്കറ്റ് പോലെ ഇടത്തെ കാല്. ഇന്നലെ വീണ്ടും ഡോക്ടറെ കാണിച്ചു. ഒരാളുടെ സഹായവും ഫിസിയോതെറാപ്പിയും കഴിഞ്ഞാലേ കാല് നേരെ ആവുള്ളൂന്നാ ഡോക്ടർ പറയുന്നത്. അതിനെപ്പറ്റി ഒരാളെ ഇടപാട് ചെയ്തിട്ടാ ഞാൻ വരുന്നത്. അല്ല ആന്റി, ഇങ്ങോട്ട് താമസം മാറിയ വിവരമേ ആന്റിക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു. അതിന് നിന്നെ വിളിച്ചാ കിട്ടണമല്ലോ. എപ്പ വിളിച്ചാലും ഔട്ട് ഓഫ് റേഞ്ച്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഏതായാലും ഈ വീട് തപ്പിപ്പിടിച്ചു വരാൻ ഞാൻ കുറെ പണി പെട്ടു. മറ്റുള്ള 6 വീട്ടിലും ഞാൻ പോയി. ഒടുവില ഞാൻ ഇങ്ങോട്ടൊന്ന് നോക്കാന്ന് കരുതിയത്. അല്ല, എന്തിനാ ഇങ്ങോട്ട് താമസം മാറിയത്? അതൊക്കെ പിന്നെ പറയാം. എനിക്കൊന്ന് അമ്പലം വരെ പോണം. നീ വരുന്നോ? അയ്യോ ഇല്ല, ഞാൻ കുളിച്ചില്ല. ആന്റി പോയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഈ വീടിന്റെ ഭൂമിശാസ്ത്രമൊക്കെ ഒന്ന് പഠിക്കട്ടെ. മേഡം, വേദന കുറയുന്നില്ലല്ലോ സുജാതെ. ഞാൻ പോയി അഖില മേഡത്തിനെ വിളിച്ചോണ്ട് വരാം. മേഡം, നന്ദന മേഡത്തിന് സുഖമില്ല. എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? കൃഷ്ണടാ, എന്റെ കുഞ്ഞ്. അയ്യോ മോളെ, മോളെ, അയ്യോ വേദനയുണ്ടോ? നന്ദന, ഒന്നുമില്ല. കൃഷ്ണേട്ട, വേഗം ഡോക്ടറെ വിളിക്കേ. ആ ശരി. ഇല്ല മോളെ. എന്താ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാതെ കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് വാടി. ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞു വെച്ചോ, കുറച്ച് ഉപ്പും. ചെല്ല. ആർക്കും വേണ്ടെങ്കിൽ എനിക്ക് കുടിക്കാലോ, വയറിന് നല്ലതാ. കരണ്ടൊന്നുമില്ല.